കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെമ്മോ ലഭിച്ചാൽ അല്ലെങ്കിൽ ഒരു നോട്ടീസ് ലഭിച്ചാൽ തീർച്ചയായും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ മുൻപത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തേതായി, സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷണവുമായി സഹകരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നിരുന്നു എന്ന് കാണിക്കുന്നതിന് ആദ്യമായി തന്നെ സ്റ്റേഷൻ റെക്കോർഡുകളിൽ നിങ്ങളുടെ പേര് വരുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതായത് നിങ്ങൾക്കൊരു GD എൻട്രി, അതായത് ജനറൽ ഡയറിയുടെ ഒരു എൻട്രി കിട്ടുവാൻ നിങ്ങൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് പറയണം. അപ്പോഴാണ് നിങ്ങൾ അന്വേഷണ വിധേയമായി ആ സ്റ്റേഷനിൽ ചെന്നിരുന്നു എന്നുള്ളതിന് ഒരു പ്രൂഫ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്രാഥമികമായി ആ കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായി, നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നു, നോട്ടീസ് പ്രകാരം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെ വിശാലമായി വളരെ വിപുലമായ രീതിയിലൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരങ്ങൾ മാത്രം പറയുവാനായിട്ടുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇനി ഏതെങ്കിലും സമയത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വക്കീലുമായി സംസാരിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായും ആ വിവരം നിങ്ങൾക്ക് SHOനോട് പറയാവുന്നതും ഒരു അഭിഭാഷകന്റെ സഹായം ചോദ്യം ചെയ്യലിന്റെ ഇന്റർവെല്ലുകളിൽ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. മാത്രവുമല്ല, നിങ്ങളെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന, നിങ്ങളെ കുറ്റക്കാരനാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ അനവധി സുപ്രീം കോടതിയുടെ ഡിസിഷൻ പ്രകാരവും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരവും ഇന്റർനാഷണൽ റൈറ്റുകൾ പ്രകാരവും നിങ്ങൾക്ക് സ്വയം കുറ്റാരോപിതനായി തീരേണ്ടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ഇനി മൂന്നാമതായി, നിങ്ങളെ ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, നിങ്ങൾ പറയുന്ന വാക്കുകൾ എഴുതുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളാണ് എഴുതുന്നത് എന്നുള്ളത് ആദ്യമേ നിങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ഈ സംഗതി നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാതെ നിങ്ങൾ അതിൽ ഒപ്പിട്ട് കൊടുക്കരുത്. കാരണം എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് അതുപോലെ തന്നെയല്ലേ പോലീസ് റെക്കോർഡ് ചെയ്തത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അതിൽ ഒപ്പിടാനായിട്ട് പാടുള്ളൂ. ഇനി അതിലേതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ അത് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയേണ്ടതാണ്. കാരണം തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കേണ്ടുന്ന യാതൊരു ബാധ്യതയും അല്ലെങ്കിൽ ഇൻഫോർമേഷനും കൊടുക്കേണ്ടുന്ന യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. ഇനി നാലാമതായി, ഈ 3 കാര്യങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് SHOനോട് പറയാം, ഞാൻ തന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പകർപ്പ് എനിക്ക് ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു രേഖാമൂലമുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി നാലാമതായി, നിങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നോട്ടീസ് പ്രകാരം വിളിപ്പിക്കുകയും നിങ്ങൾ നോട്ടീസ് പ്രകാരം ഹാജരാകുകയും ചെയ്തതിന് ശേഷം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ത് കാര്യത്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത്, ഏത് സെക്ഷന്റെ കീഴിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പോലീസിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തേതായി, നിങ്ങൾക്ക് തീർച്ചയായും ഒരു ലീഗൽ എയ്ഡ് അല്ലെങ്കിൽ ഒരു അഭിഭാഷകന്റെ സാന്നിധ്യം ആവശ്യപ്പെടുവാനായിട്ടുള്ള നിയമപരമായ അവകാശമുണ്ട്. മൂന്നാമതായി, നിങ്ങൾക്ക് ധൈര്യമായി ആവശ്യപ്പെടാം, നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ട് ഒരു ഡോക്ടറുടെ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും SHOനോട് പറയാവുന്നതാണ്. ഇനി അതുകൂടാതെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുവാനുള്ള ഒരു നിയമപരമായ അവകാശവും കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യവും നിങ്ങൾക്ക് വേണമെങ്കിൽ SHOനോട് ബോധ്യപ്പെടുത്താവുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ അഭിഭാഷകരോടോ നിങ്ങൾ അറസ്റ്റിലാണെന്നുള്ള വിവരം അറിയിക്കുവാൻ SHOനോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി തീർച്ചയായും അതിനോടൊപ്പം തന്നെ ഒരു അറസ്റ്റ് മെമ്മോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പറഞ്ഞ് നിങ്ങളെ എന്ത് കാര്യത്തിനാണ്, എത്ര മണിക്കാണ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു അറസ്റ്റ് മെമ്മോ തങ്ങൾക്ക് കാണിച്ചു തരുവാൻ
നിങ്ങൾക്ക് SHOനോട് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി തീർച്ചയായും നിങ്ങളുടെ അടുത്ത അവകാശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അഭിഭാഷകന്റെ സേവനം നിങ്ങൾക്ക് എന്തായാലും ആവശ്യപ്പെടാവുന്നതാണ്. ഈ വരുന്ന അഭിഭാഷകനോട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ആ ഇന്ററാക്ഷൻസിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയുമായിരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാതിരുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിഭാഷകനുമായി സംവദിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇത്തരം ഒരു നോട്ടീസ് ലഭിച്ചതിന് ശേഷം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം എപ്പോഴും റെക്കോർഡഡ് ആയിരിക്കണം. നിങ്ങൾ ഒരു നോട്ടീസ് അയച്ചാൽ ഒരു മെയിൽ അയച്ചാൽ ആ മെയിലിന്റെ കോപ്പി നിങ്ങൾ എടുത്തു വെക്കണം. അതുപോലെ നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ ഏത് തരം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം റെക്കോർഡുകൾ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. കാരണം ഒരിക്കലും പോലീസിന് കോടതിയിൽ പറയാനിടവരരുത് നമ്മൾ ഇതിൽ കോപ്പറേറ്റ് ചെയ്തില്ല, നമ്മളുടെ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ സഹകരണം ഉണ്ടായില്ല എന്ന് ഒരിക്കലും പോലീസിന് കോടതിയിൽ പറയുവാനുള്ള അവസരം കൊടുക്കരുത്. അതിന് പകരമായി നാം എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻസ് ആണോ പോലീസുമായി ചെയ്യുന്നത് അത് പരമാവധി റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എത്ര മണിക്കാണ് പോയത്, ഏത് സ്റ്റേഷനിലാണ് പോയത്, എന്തായിരുന്നു നിങ്ങളുടെ നോട്ടീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നിങ്ങൾ മാക്സിമം ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ ധരിപ്പിക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡുകൾ നിങ്ങൾ സൂക്ഷിക്കുക. ഇനി ഏറ്റവും അവസാനത്തേതായി ഈ നോട്ടീസ് ലഭിക്കുന്നത് ഒരു വൃദ്ധയായ സ്ത്രീക്കോ അല്ലെങ്കിൽ വൃദ്ധനായ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു ലേഡിക്കോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സമയവും സ്ഥലവും ഒന്ന് മാറ്റി ചോദിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇല്ല. അപ്പോൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ സ്റ്റേഷനിൽ പോകുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുൻപിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക.